ഹലോ. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിജിറ്റലിലെ നാലാമത്തെ മൊഡ്യൂളായ 8085 മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ 8085 മൈക്രോ പ്രൊസസ്സർ, അതിൻ്റെ പിൻ ഡയഗ്രാം, ആർക്കിടെക്ചർ, അതിൻ്റെ പ്രോഗ്രാംസ്, അതിൻ്റെ അഡ്രസ്സിംഗ് മോഡ്സ്, അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഈ നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എന്താണ് ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇമേജ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ അതൊരു IC ആണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് ഇൻ്റൽ 8085 നമ്മൾ പഠിക്കാനുള്ള 8085 എന്ന മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇമേജാണ്. അത് ഒരു 40 പിന്ന് IC ആയിരിക്കും. ടോട്ടൽ 40 പിന്നാണ് ഉണ്ടാവുക. ഇതിൻ്റെ പിൻ ഡയഗ്രാംസ് ഒക്കെ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് 2020 ഡിപ്പ് എന്ന് പറയും, ഡുവൽ ഇൻലൈൻ പാക്കേജ്. രണ്ട് ഭാഗങ്ങളിലായിട്ട് 20 പിൻസാണ് ഉണ്ടാവുക. ഓരോ പിന്നിൻ്റെയും പ്രത്യേകതകളെ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതാണ് 8085 എന്ന മൈക്രോ പ്രൊസസ്സറിൻ്റെ പിക്ചർ അല്ലെങ്കിൽ ഇമേജ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ അതൊരു IC ആയിരിക്കും എന്നാദ്യം മനസ്സിലാക്കുക. നോക്കുക, മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സർ ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രിവൺ രജിസ്റ്റർ ബേസ്ഡ് ഡിവൈസ്. ഇത് ഈസ് എ മൾട്ടി പർപ്പസ് ഡിവൈസ് ആണ്, മൾട്ടി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും. ആൻഡ് പ്രോഗ്രാമബിൾ, പ്രോഗ്രാം ചെയ്തു ആ പ്രോഗ്രാമിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, അത് വർക്ക് ചെയ്യുക. ക്ലോക്ക് ഡ്രിവൺ, ക്ലോക്ക് പൾസിനനുസരിച്ചാണ് അതെന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ ക്ലോക്കാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്, ഈ ക്ലോക്ക് പൾസാണ് ഡ്രൈവ് ചെയ്യുന്നത്. കഴിഞ്ഞ രജിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രജിസ്റ്റർ ബേസ്ഡ്, അതെ, രജിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഡിവൈസാണ്. That reads binary instruction from a storage device called memory. മെമ്മറി എന്ന് വിളിക്കപ്പെടുന്ന സ്റ്റോറേജ് ഡിവൈസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അത് റീഡ് ചെയ്യും. അഥവാ ഇവിടെ ബൈനറി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആണ്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് ഒരു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം എന്ത് ചെയ്യും, മെമ്മറിയിൽ സ്റ്റോർ ആയിരിക്കും. ആ മെമ്മറിയിൽ നിന്ന് അതിനെ സ്വീകരിച്ചിട്ട് അത് റീഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. മൈക്രോ പ്രൊസസ്സർ ആക്സെപ്റ്റ്സ് ബൈനറി ഡാറ്റ ആസ് ഇൻപുട്ട്. ബൈനറി ഡാറ്റയെ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നു. ആൻഡ് പ്രോസസ്സസ് ഡാറ്റയെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, സ്വീകരിച്ചിരിക്കുന്ന ബൈനറി ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ ഡീകോഡ് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു. ആൻഡ് പ്രൊവൈഡ്സ് റിസൾട്ട് ആസ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടായിട്ട് നമുക്ക് റിസൾട്ടിനെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ മെമ്മറിയിലുള്ള പ്രോഗ്രാമിനനുസരിച്ചാണ്, അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനനുസരിച്ച് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസാണ് മൈക്രോ പ്രൊസസ്സർ. എ മൈക്രോ പ്രൊസസ്സർ ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അതൊരു IC ആണ്. അതിൻ്റെ ഇമേജാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത്. ഡിസൈൻ ടു ഫങ്ഷൻ ആസ് CPU ഇൻ എ മൈക്രോ കമ്പ്യൂട്ടർ. ഒരു മൈക്രോ കമ്പ്യൂട്ടറിൽ CPU എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ വർക്ക് ചെയ്യുന്ന, സെയിം ഫങ്ഷൻ, സെയിം രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു IC ആണ് മൈക്രോ പ്രൊസസ്സർ. ദ മെയിൻ ഫങ്ഷൻ ഓഫ് പ്രൊസസ്സർ ഈസ് ടു എക്സിക്യൂട്ട് പ്രോഗ്രാം. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, മൈക്രോ പ്രൊസസ്സറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് വേണ്ട പ്രോഗ്രാംസ് നാം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോഗ്രാമിനനുസരിച്ച് നമുക്ക് റിസൾട്ട് തരുന്നു. അതാണ് ഈ പ്രൊസസ്സറിൻ്റെ മെയിൻ ഫങ്ഷൻ. തുടക്കത്തിൽ പറഞ്ഞു പ്രോഗ്രാമബിൾ ഡിവൈസാണ്, പ്രോഗ്രാമിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി പ്രോഗ്രാം ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. നമ്മുടെ പ്രോഗ്രാം മെമ്മറിയിലേക്ക് എന്തായിരിക്കും
സ്റ്റോർ ചെയ്യും. നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസ് പ്രൊസസ്സറിൻ്റെ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി പ്രോഗ്രാം ഈസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറയുന്നത് അത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ആയാലും സി ലാംഗ്വേജ് പ്രോഗ്രാം ആയാലും ഏത് പ്രോഗ്രാം ആയാലും പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ്, അത് പ്രോഗ്രാം പറയുന്ന ഭാഗത്ത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അതാണ് പ്രോഗ്രാം. അത് മെമ്മറിയിൽ സ്റ്റോർ ആയിരിക്കും. മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, പ്രൊസസ്സർ അതിനെ റീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നോക്കുക, ഫങ്ഷൻ ഓഫ് എ മൈക്രോ പ്രൊസസ്സർ. ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് നടക്കുക? The processor execute programs in an instruction cycle. It includes 3 steps. 3 സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാമിനെ ഒരു മൈക്രോ പ്രൊസസ്സർ കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് ഫെച്ച്. പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. മെമ്മറിയിൽ നിന്ന് അതിനെ എടുക്കും, അതിനെ സ്വീകരിക്കും. നെക്സ്റ്റ് ഡീകോഡാണ്. ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യും, അത് റീഡ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രോഗ്രാമിനെ ഡീകോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. പ്രോഗ്രാമിനെ ഡീകോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തത്. തേർഡ് സ്റ്റെപ്പ് എക്സിക്യൂട്ട്. ആ ഡീകോഡ് ചെയ്ത പ്രോഗ്രാമിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കി അതിനുശേഷം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളാണ് ഒരു പ്രൊസസ്സറിൻ്റെ, അത് ഒരു പ്രോഗ്രാമിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന 3 സ്റ്റെപ്പുകൾ. ഒന്ന് ഫെച്ചിങ് ആണ്, രണ്ടാമത് ഡീകോഡിംഗ് ആണ്, മൂന്നാമത് എക്സിക്യൂട്ടിംഗ്. ദ പ്രൊസസ്സർ ഫസ്റ്റ് ടേക്സ് ഓർ റീഡ്സ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. പറഞ്ഞു കഴിഞ്ഞു, മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷൻസിനെ സ്വീകരിക്കുന്നു, അതിനെ റീഡ് ചെയ്യുന്നു. ഇതിനെയാണ് ഫെച്ചിങ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ ഫെച്ചിങ് എന്ന് വിളിക്കുന്നു. മെമ്മറിയിലുള്ള പ്രോഗ്രാംസിനെ റീഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഫെച്ചിങ്. ദ ഇൻസ്ട്രക്ഷൻ ഈസ് ദെൻ ഡിസൈഡ് ടു ഡിറ്റർമൈൻ വാട്ട് ആക്ഷൻസ് റിക്വയർഡ് ടു ബി ഡൺ. അത് റീഡ് ചെയ്തതിന് ശേഷം, ഫെച്ചിങ്ങിന് ശേഷം എന്ത് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്തെത്തുന്നു. അങ്ങോട്ട് അവിടെ നിന്ന് തീരുമാനിക്കുന്നു എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടതെന്ന് ഈ ഡിവൈസിന് മനസ്സിലാവുന്നു. നോക്കുക, ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ദ പ്രൊസസ്സർ ഫെച്ചസ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ ഈഫ് റിക്വയർഡ്. ആ ഇൻസ്ട്രക്ഷനനുസരിച്ച് മെയിൻ മെമ്മറിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിൽ നിന്നാണോ ഡാറ്റ സ്വീകരിക്കേണ്ടത് എന്ന് എന്ത് ചെയ്യും, ആ ഡിവൈസിന് മനസ്സിലാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡാറ്റ അത് ഫെച്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് ഡീകോഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡീകോഡ് ചെയ്ത പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അരിത്മെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നുണ്ട്. എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് തരുന്നു. അപ്പോൾ ഇവിടെ അരിത്മെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമ്മ്, ഡിഫറൻസ്, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഓപ്പറേഷൻസ് ആയിരിക്കും. ഇനി ലോജിക്കലാണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ലോജിക്കൽ സർക്യൂട്ടുകളിലെ ഓറ്, ആൻഡ് അതിൻ്റെയൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. ഒരു ആൻഡ് ഗേറ്റ് വന്നാൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടുക, അതനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഇപ്പോൾ ആൻഡ്, ഓറ്, എക്സോറ്, എക്സ്നോർ തുടങ്ങിയ ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ എന്താണോ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് തരുന്നു. ഇവിടെ നോക്കുക, ഇൻ അഡീഷൻ ടു എക്സിക്യൂഷൻ CPU ആൾസോ സൂപ്പർവൈസസ് ആൻഡ് കൺട്രോൾസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. CPU എന്ത് ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ സൂപ്പർവൈസ് ചെയ്യും, സൂപ്പർവിഷൻ നടത്തുമെന്നാണ് പറയുന്നത്. CPU കൂടെ എന്ത് ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ സൂപ്പർവൈസ് ചെയ്യും ഒരു എക്സിക്യൂഷൻ്റെ സമയത്ത്. ഇനി നോക്കുക, ഇൻ്ററപ്റ്റർ എന്ന ടേം ഉണ്ട്. ഇഫ് ദർ ഈസ് എനി റിക്വസ്റ്റ് ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ആ പ്രോഗ്രാമിൽ
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നൊരു റിക്വസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ കോൾഡ് ഇൻ്ററപ്റ്റ് അഥവാ പ്രോഗ്രാമിന് ഇടയ്ക്ക് ചെയ്യേണ്ട പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷനിൽ ചിലപ്പോൾ ഉണ്ടാവും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു റിക്വസ്റ്റ് സ്വീകരിക്കാനുള്ള എന്തെങ്കിലും പ്രോഗ്രാമിലുണ്ടെങ്കിൽ അതിനെയാണ് ഇൻ്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻ്ററപ്റ്റ് എന്ത് ചെയ്യും, അങ്ങനെ ഡയറക്റ്റായിട്ട് സ്വീകരിക്കാനുള്ള മാർഗമുണ്ട്. ഈ സമയത്ത് ദ CPU സസ്പെൻസ് എക്സിക്യൂഷൻ ഓഫ് കറണ്ട് പ്രോഗ്രാംസ്. അപ്പോൾ CPU എന്ത് ചെയ്യും, അല്ലെങ്കിൽ പ്രൊസസ്സർ എന്ത് ചെയ്യും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ അതിൻ്റെ എക്സിക്യൂഷൻ തൽക്കാലം നിർത്തി വെച്ചിട്ട് എന്താണോ ഇൻ്ററപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്ററപ്റ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്നൊരു പ്രോഗ്രാമിൽ പെട്ട ഭാഗമാണ്. അപ്പോൾ അത് പ്രോഗ്രാമിൽ ആ സമയത്ത് പ്രോഗ്രാമിൻ്റെ സമയത്ത് കൊടുക്കില്ലെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡയറക്റ്റായിട്ട്, പ്രധാനമായിട്ട് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സമയത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇൻ്ററപ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എവല്യൂഷൻ ഓഫ് മൈക്രോപ്രൊസസ്സർ. മൈക്രോപ്രൊസസ്സറിൻ്റെ എവല്യൂഷന് അത് എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ജനറേഷന് 1939 മുതൽ 1954 വരെയുള്ള കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ ഡിസൈനൊക്കെ എന്ന് പറയുമ്പോൾ വാക്യൂം ട്യൂബ് ഉപയോഗിച്ചിട്ട് വലിയ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ വലിപ്പത്തിലുള്ള രീതിയിലുള്ള കമ്പ്യൂട്ടറായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ജനറേഷൻ വന്നു 1954 to 1959. ആ സമയത്താണ് കമ്പ്യൂട്ടർ ട്രാൻസിസ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടായിട്ടുള്ള കമ്പ്യൂട്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററാണ് ഈ ഇലക്ട്രോണിക്സിലെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന കണ്ടുപിടുത്തം. കാരണം എല്ലാ ഡിവൈസിൻ്റെയും സൈസ് കുറക്കാൻ ഈ ട്രാൻസിസ്റ്റർ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ വന്നതിന് ശേഷമാണ് ഡിവൈസുകളുടെ സൈസ് അത് വളരെ വലിയ രീതിയിൽ റെഡ്യൂസ് ആവാൻ ഒരു കാരണമായൊരു കണ്ടുപിടുത്തമായിരുന്നു ട്രാൻസിസ്റ്റർ. അപ്പോൾ അത് സെക്കൻഡ് ജനറേഷനിലാണ് അത് വരുന്നത്. തേർഡ് ജനറേഷൻ 1959 to 1971. ആ സമയത്ത് ഐസികളെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ഒട്ടനവധി ട്രാൻസിസ്റ്റേഴ്സ് കൂടിയിട്ടാണ് ഐസി ഉണ്ടാവുക. അപ്പോൾ ഐസികളെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ വന്നു. ആ സമയത്ത് ഇതിൻ്റെ സൈസ് വീണ്ടും കുറഞ്ഞു. ഇപ്പോൾ ഫോർത്ത് ജനറേഷനാണ് 1971 മുതൽ പ്രസൻറ്റ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ മൈക്രോപ്രൊസസ്സർ. മൈക്രോപ്രൊസസ്സറിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് നിലവിലുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ജനറേഷൻസ്. ഇനി ഒരു മൈക്രോപ്രൊസസ്സർ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റയുടെ സൈസ് അനുസരിച്ചാണ്. എത്ര ഡാറ്റയാണ് അത് ഒരു സമയം ആക്സസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് മൈക്രോപ്രൊസസ്സറിൻ്റെ സൈസ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് ആ പ്രൊസസ്സറിൻ്റെ അതിന് ഒരുപാട് യൂണിറ്റുകളൊക്കെ ഉണ്ടാവും. അതിൽപ്പെട്ട ഒരു യൂണിറ്റാണ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, ALU. അപ്പോൾ ഒരു 4 ബിറ്റ് ഡാറ്റ ഓപ്പറേഷൻ ഒരു സമയത്ത് അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 4 ബിറ്റ് മൈക്രോപ്രൊസസ്സർ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് ഡാറ്റകളെ അതിൻ്റെ ഓപ്പറേഷൻസ് ഒരു ALUവിന് അതിൻ്റെ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിന് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് 4 ബിറ്റ് മൈക്രോപ്രൊസസ്സർ ആയിരിക്കും. ഇനി 8 ബിറ്റിൻ്റെ ഓപ്പറേഷൻസ് കഴിയുന്നുണ്ടെങ്കിൽ അത് 8 ബിറ്റ് ആയിരിക്കും. അതിന് ഉദാഹരണങ്ങളാണ്, ഒന്ന് 4 ബിറ്റ് പ്രൊസസ്സർ ഉദാഹരണമാണ് ഇൻ്റൽ 4004, ഇൻ്റൽ 4040, ഈ രണ്ട് മൈക്രോപ്രൊസസ്സറുകൾ. നെക്സ്റ്റ് 8 ബിറ്റാണ്, അതിന് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ്റലിൻ്റെ ഈ 3 എണ്ണം, തുടർന്ന് മൊട്ടറോള 6800 എന്നുള്ള മൈക്രോപ്രൊസസ്സർ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പഠിക്കാനുള്ളത് ഈ 8 ബിറ്റ് 8085 എന്ന മൈക്രോപ്രൊസസ്സറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മൊഡ്യൂൾ മുന്നോട്ട് പോകുന്നത്. ഇനി 16 ബിറ്റ് ആണെങ്കിൽ അതിന് ഉദാഹരണങ്ങളാണ് 8088,
86, 801, 86, 802, 86 ഇൻ്റൽ പെൻറ്റിയം. നെക്സ്റ്റ് 32 ആണ്. 32 ഉള്ള ഇൻ്റലിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന 3 സീരീസുകൾ. ഇൻ്റൽ 803, 86, 803, 87, 804, 86. നെക്സ്റ്റ് 64 ബിറ്റാണ്. ഇൻ്റൽ കോർ 2, കോർ ഇൻ്റലിൻ്റെ കോർ 13, കോർ 15, കോർ 17 എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉദാഹരണങ്ങളായിട്ട് 4 ബിറ്റ്, 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് എന്ന് തുടങ്ങിയ 64 തുടങ്ങിയ അതിനുള്ള ഉദാഹരണങ്ങൾ. ബൈ ഇൻക്രീസ് നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും? പ്രൊസസ്സറിൻ്റെ സ്പീഡും കൂടെ കൂടുന്നവർ തന്നെ. ബിക്കോസ് ഇറ്റ് ടേക്സ് മോർ ബിറ്റ്സ് അറ്റ് എ ടൈം. ഒരേ സമയം എന്ത് ചെയ്യും? കൂടുതൽ ബിറ്റുകൾ അതിനെന്ത് ചെയ്യും? സ്വീകരിക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇതിൽ ഏറ്റവും സ്പീഡ് ഉണ്ടാകുക 64 ബിറ്റ് പ്രൊസസ്സറായിരിക്കും. അതിന് ഒരു സമയത്ത് തന്നെ 64 ബിറ്റ് ഡാറ്റകളെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും സ്പീഡ് കുറവ് 4 ബിറ്റിനാണ് ഉണ്ടാവുക, ഏറ്റവും സ്പീഡ് കൂടുതൽ 64 ബിറ്റിന്. ആ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് 8085 ആണ്. 8085 മൈക്രോ പ്രൊസസ്സറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ആൻ 8 ബിറ്റ് പ്രൊസസ്സർ. 8 ബിറ്റാണ്. സിംഗിൾ ചിപ്പ് വിത്ത് 6200 ട്രാൻസിസ്റ്റേഴ്സ് അത്ര അടങ്ങിയിരിക്കും. 5 വോൾട്ടാണ് അത് വർക്ക് ചെയ്യുക. പവർ സപ്ലൈ പ്ലസ് 5 വോൾട്ട്. ഇതിന് 40 പിന്നുണ്ടാവും. ഡിപ്പ് ഡുവൽ ഇൻലൈൻ പാക്കേജിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തായിട്ട്, നമ്മൾ ഇമേജിൽ കണ്ടു, 2 ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ പിന്നുകളുണ്ടാവും. മൊത്തം 40 പിന്നാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 20 പിന്ന്, മറുഭാഗത്ത് 20 പിന്ന്, അങ്ങനെ 40 പിന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ പിന്നിൻ്റെയും പ്രത്യേകതകൾ തുടർന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ഓൺ ചിപ്പ് ക്ലോക്ക് ജനറേറ്റർ. ആ ചിപ്പ് തന്നെ എന്തുണ്ടാവും? ക്ലോക്ക് ജനറേറ്റർ ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റേണലായിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്. ദ മാക്സിമം ക്ലോക്ക് ഫ്രീക്വൻസി 3 MHz ആണ്. ആ ക്ലോക്ക് ജനറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ക്ലോക്ക് ഫ്രീക്വൻസി, ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 MHz. ഇറ്റ് ഹാസ് 16 അഡ്രസ് ലൈൻസ്, 16 അഡ്രസ് ലൈൻസ്, 256 ഇൻപുട്ട് പോർട്ട് ആൻഡ് 256 ഔട്ട്പുട്ട് പോർട്ട്. 256 വീതം ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ അതിനുണ്ടാവും. 5 ഹാർഡ്വെയർ ഇൻ്ററപ്റ്റ്സ് ഉണ്ടാവും അതിന്. ഏതൊക്കെയെന്ന് ഇവിടെ പറയുന്നുണ്ട്. ട്രാപ്പ്, RST 5.5, RST 6.5, RST 7.5, INTR, ഇങ്ങനെ 5 എന്തുണ്ടാവും? ഹാർഡ്വെയർ ഇൻ്ററപ്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺ അക്യുമുലേറ്റർ, ഒരു അക്യുമുലേറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോന്നിനെ കുറിച്ചും പിന്നീട് വിശദമായിട്ട് പറയുന്നുണ്ട്. 1 ഫ്ലാഗ് രജിസ്റ്റർ, 6 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആൻഡ് 2 സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ചിപ്പിനുള്ളിൽ, മൈക്രോ പ്രൊസസ്സർ 8085 ചിപ്പിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിൻ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓരോ പിൻ നമ്പർ 1 മുതൽ 20 വരെ, ഇവിടെ 21 മുതൽ 40. അതാണ് ഡുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് പറയുന്നത്. 2 ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പിന്നുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡുവൽ ഇൻലൈൻ പാക്കേജ്, ഡിപ്പ് എന്ന് ചുരുക്കി വിളിക്കും. അപ്പോൾ മൊത്തം 40 പിന്നാണ്. ഓരോ പിന്നിലും എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ നോക്കുക, X1, X2, റീസെറ്റ് ഔട്ട്, SOD, SID, ഈ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പിൻ ഡയഗ്രാം. 40 പിന്ന് 8085ൻ്റെ പിൻ ഡയഗ്രാം എന്ന് പറയുന്ന ആ ഇമേജാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പിൻ ഡയഗ്രാം ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 40 പിന്നുകളാണ് ഉള്ളത്. ഓരോ പിന്നിൻ്റെയും എന്താണ് ഓരോ പിന്നിൻ്റെയും വർക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ
ഫങ്ഷൻ എന്നുള്ള കാര്യം പിൻ ഡയഗ്രത്തിൽ ഒരു പിൻ കാണിച്ചിട്ടുണ്ട്. ഇനി അത് എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുകയാണ്. ദ പിൻ ഡീറ്റെയിൽസ് ഓഫ് 8085 ഈസ് ഷോൺ ഇൻ ഫിഗറിൽ കാണിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ കാണിച്ചത്. ഈ 40 പിന്നെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് തുടർന്ന് പറയാൻ പോകുന്നത്. ദ പിൻസ് ഓൺ ചിപ്പ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻറ്റു 6 ഗ്രൂപ്പ്. മെയിനായിട്ട് 6 ഗ്രൂപ്പുകളായിട്ടാണ് ഈ പിന്നിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാണ് അഡ്രസ് ബസ്, രണ്ടാമത്തത് ഡാറ്റ ബസ്, മൂന്നാമത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്, നാലാമത്തത് പവർ സപ്ലൈ ആൻഡ് ഫ്രീക്വൻസി, അഞ്ചാമത്തത് എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ്, ആറാമത്തത് സീരിയൽ ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട് പോർട്സ്. ഇങ്ങനെ മെയിനായിട്ട് 6 തരത്തിലുള്ള ഗ്രൂപ്പുകളായിട്ട് ആ ചിപ്പിൻ്റെ പിന്നുകളെ നാം തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് അഡ്രസ് ബസ്. ആ പിന്നിൽ നോക്കിയാൽ, ആ പിൻ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. A15 to A8. It carries the most significant 8 bits of memory input output address. MSP നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റുകളെ ക്യാരി ചെയ്യുന്ന പിന്നുകളാണ് A8 മുതൽ A15 വരെയുള്ള പിന്നുകൾ. അപ്പോൾ ആ പിന്നുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. A8 മുതൽ A15, 21 മുതൽ A15. ഇത്രയും പിന്നുകളെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റുകളെ കൈകാര്യം ചെയ്യുന്ന, അതിനെ ക്യാരി ചെയ്യുന്ന പിന്നെ അഡ്രസ് ബസ്സുകളാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡാറ്റ ബസ്സാണ്. അതാണ് AD7 to AD0 ഇത്രയും പിന്നുകൾ. അത് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിനെ ക്യാരി ചെയ്യും, അതുപോലെ ഡാറ്റ ബസ്സിനെയും. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ച ആ ഭാഗത്ത് A8 മുതൽ A15 വരെ 21 മുതൽ മുകളിലോട്ടുള്ള പിന്നുകൾ, അത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റുകളെ ക്യാരി ചെയ്യും. മാത്രമല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സിനെയും ക്യാരി ചെയ്യും. ഡാറ്റ ബസ് എന്ന് പറയുമ്പോൾ അത് LSB ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് 8 ബിറ്റിനെയാണ് ക്യാരി ചെയ്യുക. മാത്രമല്ല അത് ഡാറ്റ ബസ്സിനെയും എന്ത് ചെയ്യും? അത് ക്യാരി ചെയ്യും. ഫിഗർ ഒന്നുകൂടി കാണിക്കാം. ഇതാണത്. AD0 to AD7. നെക്സ്റ്റ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. ഈ സിഗ്നലാണ് എന്ത് ഓപ്പറേഷൻസാണ് അതിൽ നടക്കുക, അതിൻ്റെ നാച്ചുർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിഗ്നൽ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പോൾ മെയിനായിട്ട് 3 കൺട്രോൾ സിഗ്നൽസാണ്, അതുപോലെ 3 സ്റ്റാറ്റസ് സിഗ്നൽസാണ് ഇവിടെ ഉള്ളത്. 3 കൺട്രോൾ സിഗ്നൽസ് ആൻഡ് 3 സ്റ്റാറ്റസ് സിഗ്നൽസ്. അപ്പോൾ ആ കൺട്രോൾ സിഗ്നൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ RD, WR ആൻഡ് ALE. ഫസ്റ്റ് RD എന്താണെന്ന് നോക്കാം. RD, this signal indicates that the selected input output or memory device is to be read and is ready for accepting data available on the data bus. മെമ്മറിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ഡിവൈസിൽ നിന്നുള്ള ഡാറ്റകളെ റീഡ് ചെയ്യുന്ന സിഗ്നലാണ് RD എന്ന് പറയുന്നത്. റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിഗ്നലാണ് RD. അപ്പോൾ ഇത് ആണ് ഒരു കൺട്രോൾ സിഗ്നൽ. നെക്സ്റ്റ് WR ആണ്. ഇതെന്ന് പറയുമ്പോൾ റിട്ടേൺ ചെയ്യാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ റീഡ് ചെയ്തതിനനുസരിച്ച്
ആ പ്രോഗ്രാമിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ കൊടുക്കേണ്ടത് അത് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള പിന്നാണ് WR. നെക്സ്റ്റ് ALE ആണ്. ഇവിടെ നോക്കുക, ആ പിന്നെ ALE പറഞ്ഞ പിന്നെ ഹൈ ആണെങ്കിൽ അത് അഡ്രസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അത് ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ലോ ആണെങ്കിൽ അത് ഡാറ്റയെ ഇൻഡിക്കേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ അതൊരു പൾസ് ജനറേറ്റഡ് സിഗ്നലാണ്. അത് പുതിയൊരു ഓപ്പറേഷൻസ് മൈക്രോ പ്രൊസസ്സർ തുടങ്ങുമ്പോൾ അതിനെ കാണിക്കുന്ന, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പിന്നാണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിഗ്നലാണ് ALE എന്ന് പറയുന്നത്. അപ്പോൾ ALE ഹൈ ആണെങ്കിൽ അത് അഡ്രസ് ബസ്സിനെയും, ഇനി അത് 0 ആണെങ്കിൽ അത് ഡാറ്റ ബസ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ ഈ 3 കൺട്രോൾ സിഗ്നൽ RD, WR ആൻഡ് ALE. അപ്പോൾ RD പ്രോഗ്രാമിനെ റീഡ് ചെയ്യാനും WR റൈറ്റ് ചെയ്യാനും, ALE അത് പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതനുസരിച്ച്, അതിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ഹൈ ആണോ ലോ ആണോ അതനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അഡ്രസ് ബസ്സായിട്ടോ അല്ലെങ്കിൽ ഡാറ്റ ബസ്സായിട്ടോ അത് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി അവിടെ പറഞ്ഞിരുന്നു 3 സ്റ്റാറ്റസ് സിഗ്നൽസ്. അത് R ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ M, SO ആൻഡ് S1. ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് IO ബാർ M ആണ്. അപ്പോൾ ഈ സിഗ്നൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പിൻ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സിഗ്നലിനെയും അല്ലെങ്കിൽ അതുപോലെ മെമ്മറിയെയും പരസ്പരം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒറ്റ പിന്നാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പിന്ന് ഹൈ ആണെങ്കിൽ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ് സംഭവിക്കുക. ഇനി അതല്ല, ഈ പിന്ന് ലോ ആണെങ്കിൽ അത് മെമ്മറി ഓപ്പറേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇൻറ്ററപ്റ്റ് കടന്നു വരുമ്പോൾ, നേരത്തെ പറഞ്ഞു പ്രോഗ്രാമിൻ്റെ ഇടക്ക് കടന്നു വരുന്നതാണ് ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഈ പിന്ന് ഹൈ ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇൻറ്ററപ്റ്റിനെ സ്വീകരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളുകളിൽ നിന്ന് എന്ത് ചെയ്യും, ഡാറ്റയെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇനി പിന്നെ ലോ ആണെങ്കിലോ, ആ സമയത്ത് എന്ത് ചെയ്യും, മെമ്മറിയിൽ എന്താണോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് ആ ഇതിനെന്ത് ചെയ്യും, അവിടുന്ന് റീഡ് ചെയ്യും, അവിടുന്ന് ഫെച്ച് ചെയ്യും. അപ്പോൾ ഈ പിന്നാണ് തീരുമാനിക്കുക എവിടെ നിന്നുള്ള പ്രോഗ്രാംസാണ് എടുക്കേണ്ടത്. ഇൻപുട്ട് ഔട്ട്പുട്ടിൽ മൊഡ്യൂളിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുകയാണോ, അതല്ല മെമ്മറിയിൽ നിന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് എടുക്കുകയാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പിന്നാണ്. അപ്പോൾ ഹൈ ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിൽ നിന്ന് എടുക്കുകയും ലോ ആണെങ്കിൽ അത് മെമ്മറി ഓപ്പറേഷൻ, മെമ്മറിയിൽ നിന്ന് ഡാറ്റയെ സ്വീകരിക്കുകയും ചെയ്യും. നെക്സ്റ്റ് S1 ആൻഡ് S0 ആണ്. ഇതെന്ന് പറയുമ്പോൾ കറൻറ്റ് ഓപ്പറേഷൻസ്, അതിൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് ഏത് ടൈപ്പാണ് എന്ന് തീരുമാനിക്കുന്ന സിഗ്നലാണ് S1 ആൻഡ് S0. നെക്സ്റ്റ് പവർ സപ്ലൈ ആണ്. പവർ സപ്ലൈ, അപ്പോൾ ഇവിടെ 2 പവർ സപ്ലൈ സിഗ്നലുണ്ട്, VCC ആൻഡ് VSS. അതിൽ VCC എന്ന് പറയുമ്പോൾ അത് 5 വോൾട്ട് പവർ സപ്ലൈ നമുക്ക് തരുന്നു. ആ തുടക്കത്തിൽ പറഞ്ഞു 5 വോൾട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ 5 വോൾട്ട് സപ്ലൈ ആയിരിക്കും VCC. ഇനി VSS എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൗണ്ട് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ അത് രണ്ടുമാണ് പവർ സപ്ലൈ സിഗ്നൽസ്. നെക്സ്റ്റ് ക്ലോക്ക് സിഗ്നൽസ് ആണ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്ക് വേണം, അത് ഇൻബിൽഡാണ്, അതിൽ തന്നെ ഉണ്ടാവും, എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 3 ക്ലോക്ക് സിഗ്നൽസ് ആണ് ഇവിടെ ഉള്ളത്. X1, X2, ക്ലോക്ക് ഔട്ട്. അപ്പോൾ ഈ X1, X2 ഒക്കെ പിൻ നമ്പർ 1ഉം 2 ഒക്കെയാണ്. അപ്പോൾ ആ ഫിഗർ നോക്കി മനസ്സിലാവും ഓരോ സിഗ്നലിൻ്റെ എവിടെയൊക്കെയാണ് പിന്നുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കുക, X1 ആൻഡ് X2 ക്രിസ്റ്റൽ ഓസിലേറ്ററാണത്.
അപ്പോൾ നമുക്ക് വേണ്ട ഫ്രീക്വൻസിയിലേക്ക് എന്ത് ചെയ്യും, വേണ്ട സിഗ്നൽസ്, ക്ലോക്ക് സിഗ്നൽസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ് X1 ആൻഡ് X2. ഈ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യും, ഇൻറ്റേർണലായിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അത് X1 ആയിട്ടും X2 ആയിട്ടും എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ക്ലോക്ക് ഔട്ട്, this signal is used the system clock for devices connected with microprocessor. ഈ മൈക്രോപ്രൊസസ്സറായിട്ട് വേറെ എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ക്ലോക്ക് പൾസ് കൊടുക്കാനാണ് ഈ ക്ലോക്ക് ഔട്ട് എന്നുള്ള ആ പിന്ന് അല്ലെങ്കിൽ ആ സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഈ X1 X2 മൈക്രോപ്രൊസസ്സറിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനും ക്ലോക്ക് ഔട്ട് ആ മൈക്രോപ്രൊസസ്സറിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് ഇൻ്റർഫേസിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോക്ക് സിഗ്നൽ എടുക്കാൻ വേണ്ടി ക്ലോക്ക് ഔട്ട് സിഗ്നൽ നമ്മൾ സ്വീകരിക്കുന്നു.